ഹലോ, ഞാൻ തുടങ്ങിക്കോട്ടെ? ഓക്കെ. ഞാന് നിങ്ങക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എന്റെ പേര് ഐഷാനിത എന്നാണ്. ഞാനിവിടെ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് ഇപ്പോ സെക്കൻഡ് സെമസ്റ്ററിലാണ്. ആം, അപ്പം ഇത്രയാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് എടുക്കാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് നിധി ചേച്ചി എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എങ്ങനെയാണ്, ഇന്ററാക്റ്റീവ് ആയിട്ടാണോ പോവാറുള്ളത് അതോ ഇങ്ങനെ തന്നെയാണോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഞാൻ സ്ലൈഡ് എടുക്കുമ്പോഴേ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് കേൾക്കുള്ളൂ. നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് എനിക്ക് കാണില്ല കേട്ടോ. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് ആൻഡ് GK അതാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലൈഡിൽ കാണുന്നുണ്ടാവും ജമ്മു ആൻഡ് കാശ്മീർ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചുകളെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പ്രിൻസി സ്റ്റേറ്റ് ആയിരുന്നു. അത് നമുക്ക് അറിയുന്നതല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളെ ഇന്ത്യൻ യൂണിയനിലോട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് അല്ലെങ്കിൽ വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. അന്നത്തെ എക്സിക്യൂട്ടീവ്സിന് ഉണ്ടായിരുന്ന ഒരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രിൻസ് അത് ഇന്ത്യൻ യൂണിയനിലോട്ട് ജോയിൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് എന്ത് ചെയ്തത്? നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ എന്ത് ചെയ്തത്? ഇന്ത്യൻ യൂണിയനിലോട്ട് അവർ ജോയിൻ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആർട്ടിക്കിൾ 370 പ്രകാരം അവർക്ക് ഒരു സ്പെഷ്യൽ ഓട്ടോണമി കൊടുത്തത്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് 2018 ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡൻസ് റൂൾ വരികയുണ്ടായി. പ്രസിഡൻസ് റൂൾ എന്ന് പറയുമ്പം സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 356 പ്രകാരം ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം? പ്രസിഡന്റിന്റെ റൂൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 2018 നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷന് ശേഷം, ജനറൽ ഇലക്ഷന് ശേഷം അവിടെ ഒരു പാർട്ടിക്കും മെജോറിറ്റി ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. അപ്പൊ അത് ഇതിൽ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറിക്ക് ഉണ്ടായ ഫെയിലിയർ കാരണമാണ് പ്രസിഡൻസ് റൂള് ഇവിടെ ഇമ്പോസ് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം: ഏത് ഇയറിലാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്തത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. അപ്പൊ നമ്മൾ ഈ ഒരു ഇയർ എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം, 2018 ആണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ അതിനുശേഷം ഓഗസ്റ്റ് 2019 ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ ഓട്ടോണമി പ്രകാരമാണ്, ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള സ്പെഷ്യൽ ഓട്ടോണമി പ്രകാരമാണ് എന്ത് ചെയ്തത്? ഇവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പവർ കൊടുക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ത്യൻ യൂണിയനിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ആർട്ടിക്കിൾ 370യും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 35A, ഈ 35A പറഞ്ഞിരുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പുറമെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഗവൺമെന്റ് ജോബ്സ് അങ്ങനെ പറയുന്ന ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഒരു സ്പെഷ്യൽ പവർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഈ ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 370യും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 35A ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇയറും നമുക്ക് എന്താണ്? സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഇങ്ങനെയും ചോദ്യം വരാം: ഏത് ഇയറിലാണ് ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35Aയും ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് റിമൂവ് ചെയ്തത് അല്ലെങ്കിൽ അബോളിഷ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം വരാം. അപ്പൊ നമുക്ക് 2019 ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ നേരെ ട്വിസ്റ്റഡ് ആയിട്ടും ചോദ്യം വരാം: 2019 ഏതെല്ലാം ആർട്ടിക്കിൾ ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് അബോളിഷ് ചെയ്തതെന്നും ചോദ്യം വരാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പൊ ക്ലീ എപ്പോഴും, ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ക്ലീ കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിൾ ആയിട്ടായിരുന്നു. എപ്പോഴും അവർ അങ്ങനെ തന്നെ ആയിരിക്കില്ല തരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കണം. ഓക്കെ. പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് GKയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രമായില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. ജസ്റ്റ് എന്നൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന വേണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ റിയോർഗനൈസേഷൻ ആക്ട് വന്നിട്ടുണ്ട്. അതും ദ സെയിം ഇയറിൽ തന്നെയാണ്, 2019 തന്നെയാണ്. അപ്പൊ ഇത് പ്രകാരം എന്താ ഉണ്ടായത്? ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് ആക്ടിലാണ്? ജമ്മു ആൻഡ് കാശ്മീർ റിയോർഗനൈസേഷൻ ആക്ട് 2019.
2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീറും അതുപോലെ തന്നെ ഒന്ന് ലഡാക്കും ആയിരുന്നു. അപ്പൊ ഇതിന് രണ്ടിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്തായിരുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു, നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്നു. പക്ഷെ ലഡാക്കിന് അത് ഉണ്ടായിരുന്നില്ല. അതാണ് ഇവർ ഈ 2 യൂണിയൻ ടെറിട്ടറീസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫെഡറൽ സ്ട്രക്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എന്താണ് യൂണിയനും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനും പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ ഉണ്ടായത്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ കിട്ടുകയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ ഇതാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് താഴെ നമ്മളെ MCQs ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെ അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ 2018 എന്നുള്ളത് ഓർത്ത് വെക്കണം. എന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡന്റ് റൂൾ വന്നതാണ്. ഓക്കെ, പിന്നെ 2019 എന്നുള്ളത് ഓർത്ത് വെക്കണം. അവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ? അതല്ലേ നല്ലത്. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോ രസം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ? ഹലോ? യെസ് മാം. മിൻഹ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ് മാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ? ഞാനിപ്പോ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ രസമായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പോ 2019 ഞാൻ ചോദിക്കുകയാണ്, 2019 ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് അബോളിഷ് ചെയ്ത അല്ലെങ്കിൽ റിമൂവ് ചെയ്ത 2 ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? സ്ലൈഡിൽ തന്നെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സ്ലൈഡിൽ തന്നെ അതിന്റെ ഉത്തരമൊക്കെ ഉണ്ട്. എന്താണ്? ഹലോ? 370 35 ആണോ? അതെ അതെ അതെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ, അല്ലാതെ സ്ലൈഡിലല്ലാണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ 2019 എന്ത് വന്നിട്ടുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ റിയോർഗനൈസേഷൻ ആക്ട് വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ടായിരുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു, ലഡാക്കിന് അത് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് റിസർവേഷൻ പോളിസി ആൻഡ് സുപ്രീം കോർട്ട് ലിമിറ്റ് എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുമ്പോൾ നമുക്കറിയാം 1977 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ജനതാ ഗവൺമെന്റ്, അതുവരെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1977 ആദ്യമായിട്ട് ജനതാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് BP മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ രൂപീകരിച്ചത്. 1979 ആ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് വന്നതും അതിന്റെ ഭാഗമായിട്ട് റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മണ്ഡൽ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, OBC. നമ്മളിപ്പോ കുറെ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് OBC. OBC എന്ന് പറയുന്നത് എന്താണ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുള്ളതാണ്. അപ്പൊ ഈ OBC-കാർക്ക് അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്താണ്, അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടേണ്ട റിസർവേഷൻ എങ്ങനെയാണ്, ഗവൺമെന്റ് ജോബ്സിൽ കിട്ടേണ്ട റിസർവേഷൻ എങ്ങനെയാണ്, അതിനൊക്കെ പറ്റിയിട്ടായിരുന്നു ഈ BP മണ്ഡലിന്റെ കീഴിലുള്ള മണ്ഡൽ കമ്മീഷനിൽ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരതിന്റെ പഠനം നടത്തി അവരതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ 1979 അവർ പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്തത്, 27% റിസർവേഷൻ ഇവർക്ക് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ഒരു കേസാണ് ഇന്ദ്രാസാനി കേസ് വേഴ്സസ് ഇന്ദ്രാസാനി കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അപ്പൊ ഇതൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസാണ്. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് അതിൽ പറഞ്ഞത്, ഒരു ടോട്ടലിന്റെ ബേസ്ഡ് ആയിട്ട് 50% എക്സീഡ് ആവാത്ത റിസർവേഷൻ ആണ് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇതിനകത്താണ് ഒരു ബാലൻസ്, ഇക്വാളിറ്റിയും അതുപോലെ തന്നെ അഫർമേറ്റീവ് ആക്ഷനും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു 50% ലിമിറ്റ് അവർ വെച്ചത്. അപ്പൊ എന്താ അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്? അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് റിസർവേഷൻ തന്നെയാണ്. അപ്പൊ ഇക്വാളിറ്റിയും വേണം, അതുപോലെ തന്നെ ഈ റിസർവേഷനും നടക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% കൂടുതലായിട്ട് ഇവർക്ക് റിസർവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ OBC അല്ലാത്ത ബാക്കിയുള്ള ക്ലാസ്സിലുള്ള പീപ്പിൾസ് അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് അതെന്താണ്, അവരോട് കാണിക്കുന്ന ഒരു ഇൻജസ്റ്റിസ് ആണത്. അപ്പൊ ഇനി 50% കുറവാണ്, ഭയങ്കര ലോ ആയിട്ടുള്ള റിസർവേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ അവിടെ കാര്യമായിട്ട് OBC-കാർക്ക് അവിടെ റിസർവേഷൻ കിട്ടുകയില്ല. അപ്പൊ അതിന് ഈ ഇന്ദ്രാസാനി കേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ലിമിറ്റ് വെച്ചത്. അതെന്താണ്, ടോട്ടൽ റിസർവേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, 50%-ൽ നിന്ന് എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. മണ്ഡൽ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഇതിലില്ലാത്ത കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാ പറഞ്ഞത്. 1977 ജനതാ ഗവൺമെന്റ് വന്നു. അതിന്റെ ഭാഗമായി അന്നാണ് ഈ ഒരു മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. 1979 ഇവർ അതിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 27% OBC-കാർക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, റിസർവേഷൻ കൊടുക്കണം. എവിടെയൊക്കെ? ഗവൺമെന്റ് ജോലികളിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇന്ദ്രാസാനി കേസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞത്, ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, 50%-നേക്കാളും എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് വേൾഡ് വൈഡ് വെബ്. ഇതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് 1990 എന്താണ്, ടിം ബേണേഴ്സ്-ലീ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യുന്നത്. അതിന് മുമ്പും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് പറയുന്നത് എന്തല്ല, കോമൺ പീപ്പിളിന് അത്രയും നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല. അത്രയും സിമ്പിൾ മീൻസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നില്ല. പക്ഷെ പിന്നീട് ടിം ബേണേഴ്സ്-ലീ 1990 ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തായി, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞത് ഓൺലൈൻ ട്രേഡിംഗും കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ ഗവേണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു വേൾഡ് വൈഡ് വെബ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട കാര്യം, ടിം ബേണേഴ്സ്-ലീ, അദ്ദേഹത്തിന്റെ പേരാണ്. വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്, ടിം ബേണേഴ്സ്-ലീ ആണ്. ആ ഒരു ഇയറും ഓർത്ത് വെക്കണം, 1990 എന്നുള്ളത്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. നമുക്കറിയാം December 10 ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, December 10 അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയുന്നതല്ലേ അതൊക്കെ. പിന്നെ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ത് ചെയ്തു, 1948 ഒരു ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്തു. ആ ഡോക്യുമെന്റിന്റെ പേരാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇവർ കുറെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടാ പറഞ്ഞത്. അപ്പൊ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഡിഗ്നിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം എന്നൊക്കെ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന് വേണ്ട റൈറ്റ്സിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അഡോപ്റ്റ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 1948 ആണ്. അപ്പൊ 1948 ഓൺവാർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, December 10 എവറി ഇയർ നമ്മൾ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് December 10 അതുപോലെ തന്നെ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്, ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട്. ആ ഡോക്യുമെന്റ് ഏതാണ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇത് ആരാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ്. ഇത് ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വർഷം മുതലാണ് December 10 നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, 1948 മുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഇനി അടുത്തത് DPCO അല്ലെങ്കിൽ ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹലോ, റെസ്പോണ്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, ഞാൻ പറയുന്ന സ്പീഡ് അങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ എന്നുള്ളതാണ്, DPCO. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാവും. അപ്പൊ അത് കോമൺ പീപ്പിളിനും കൂടി വാങ്ങാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തതാണ്, അതിന്റെ മുകളിൽ ഒരു ഫിക്സഡ് പ്രൈസ് അല്ലെങ്കിൽ ഒരു മാക്സിമം പ്രൈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്.
സ്പ്രെഡ്സുകളൊക്കെ എത്തണം, ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഉണ്ടാവണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് അത്രയും നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇതാണ്. ഇനി അടുത്തത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും UNFCCC എന്നുള്ളത്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോബലി ഉള്ള ക്ലൈമറ്റ് ചേഞ്ചിന് അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് UNFCCC എന്ന് പറയുന്നത്. 154 രാജ്യങ്ങളാണ് എന്ത് ചെയ്തത്, അതിൽ സൈൻ സമ്മിറ്റ് നടന്ന ഈ സമ്മിറ്റ് എവിടുന്നത് റിയോ ഡെ ജനീറോയിൽ വെച്ച് ഏതിലാണ് സൈൻ ചെയ്തത് എന്ന് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റിനകത്താണ് ഇത് സൈൻ ചെയ്തത്. 1992 ആണ് ഇത് നടക്കുന്നത്. സ്ഥലം എവിടെയാണ്? റിയോ ഡെ ജനീറോയിലാണ്. അതുപോലെ തന്നെ ഇനീഷ്യലി ഇത് സൈൻ ചെയ്തത്. അത് തന്നെ ഇതിനെ നമ്മൾ അസോസിയേറ്റ് പറയുന്ന സമയത്ത് ഒരു ലീഡർഷിപ്പ് റോൾ വഹിച്ച ഒരാളാണ് സൈമൺ ചീ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്ലൈമാറ്റിക് കാര്യത്തിൽ വെച്ചിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത്. നോക്കണം. അതുപോലെ തന്നെ 154 രാജ്യങ്ങളാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. 1992 ഇത് ചെയ്യുന്നത്. എർത്ത് സമ്മിറ്റിലാണ് ഈ ഒരു UNFCC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയോ ഡെ ജനീറോയിൽ വെച്ചിട്ടാണ് എർത്ത് സമ്മിറ്റ് നടക്കുന്നത്. സൈമൺ സ്റ്റീലാണ് ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന മാം, നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കണില്ല. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അതല്ലാതെ ഭയങ്കര സ്പീഡാണ്. കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് പറയൂ. ബിക്കോസ് ഇതൊന്നും കേൾക്കാത്ത വാക്കുകളാണ്. ലൈക്ക് ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. സോ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സ്പീഡ് കുറച്ചാൽ നന്നായിരുന്നു. മാം, ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? സമയത്ത് ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി എന്നൊക്കെ പഠിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ തരം തിരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതുവരെയാണ്? നമ്മുടെ റോമൻ സാമ്രാജ്യം ഒക്കെ പഠിച്ചിട്ടുണ്ട്. റിനൈസൻസിനെ, നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റവല്യൂഷനുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലെ? 1888 എന്ന് പറയുന്ന ഈ ഒരു ഇയർ. അതുപോലെ തന്നെ ആരാണ് തരംതിരിച്ചത്? ക്രിസ്റ്റഫ് സെലാരിയസ് ആണ് തരംതിരിച്ചത്. എന്തൊക്കെ ആയിട്ടാണ് തരംതിരിച്ചത്? ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി ആയിട്ട്. ഓക്കെ, അപ്പൊ ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതുവരെയാണ്? നമ്മുടെ റോമ സാമ്രാജ്യം തകരുന്ന ആ ഒരു പീരീഡ് വരെ. മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് റോമ സാമ്രാജ്യം തകർന്നതിന് ശേഷം. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതാണ്? അവിടെ നമുക്ക് കുറെ റെവല്യൂഷൻസ്, റിനൈസൻസ്, സയന്റിഫിക് പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പീരീഡ് ആണ്. ഇത്രയാണ് ഡിവിഷൻ ഓഫ് ഹിസ്റ്ററിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗുയാന, എ യുണീക് കൺട്രി ഇൻ ലാറ്റിൻ അമേരിക്ക. ഇതിനെ പറ്റിയിട്ടാ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഓൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? ഈ ഗുയാന എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ട് ഇതിന്റെ കൾച്ചർ വന്നത്? എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഫോമർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ഇൻ ലാറ്റിൻ അമേരിക്കയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഹലോ ഹലോ യെസ് മാം. ഇത്ര നേരം ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അതെ, പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്നാല് ഇപ്പൊ കേൾക്കുന്നുണ്ട്. മാം, കുറച്ച് സ്പീഡ് കുറയ്ക്കാമോ? ലൈക്ക് ഭയങ്കര ഹലോ, സ്പീഡാണ്. മാം, കേൾക്കുന്നുണ്ടോ? എന്തേലും പറയുന്നുണ്ടോ? അതെ, പറയുന്നുണ്ട്. ആണോ? എന്റെ നെറ്റിന്റെ പ്രശ്നമാണോ? എല്ലാവർക്കും ഞാൻ പറയുന്നത് ക്രാക്ക് ആയിട്ടാണോ കേൾക്കുന്നേ?
മാം വോയിസ് ബ്രേക്ക് മാത്രല്ല ലൈക്ക് ഐ മീൻ ഭയങ്കര സ്പീഡ് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോ ജോയിൻ ചെയ്യാം, ഒരു മിനിറ്റ്. ഹലോ. യെസ് മാം, കേൾക്കുന്നുണ്ട്, ഓഡിബിൾ ആണ്. ഇപ്പോ എങ്ങനെയാ, ബ്രേക്ക് ആവുന്നുണ്ടോ? അല്ല, ഇപ്പൊ ബ്രേക്ക് ആവുന്നില്ല മാം. പിന്നെ കുറച്ച് സ്പീഡ് ഒന്ന് കുറയ്ക്കാമോ? ലൈക്ക് അതാ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എന്താ പോർഷൻസ് ഫുള്ള് തീർക്കണം, പിന്നെ ഇതിലിപ്പോ അങ്ങനെ കുറച്ച് ഇയേഴ്സും പിന്നെന്താ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് GK ആണ്, കറണ്ട് അഫയേഴ്സ് ആണ്, വല്ലാണ്ട് കോൺസെപ്റ്റ് അങ്ങനെ നമുക്ക് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചത്. സ്പീഡ് കുറക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോന്ന് ആദ്യം തന്നെ പറഞ്ഞത് അതായിരുന്നു. പിന്നെ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ പറയുന്നത്. ഞാൻ ഏത് ഭാഗം മുതലാണ് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത്, അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അല്ല മാം, ഇനി എടുക്കുന്നത് കുറച്ച് കുറച്ചാൽ മതി. ഐ മീൻ സ്പീഡ് കുറച്ച് കുറച്ചാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഈ ഡിവിഷൻ ഓഫ് ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ ക്ലിയർ ആയിരുന്നോ? കേൾക്കുന്നുണ്ടായിരുന്നോ? ഇപ്പൊ കേൾക്കുന്നില്ല നിങ്ങക്ക്? യെസ് മാം, കേൾക്കുന്നുണ്ട്. ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതേ മൈക്കിലൂടെ അല്ലാതെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏതാ ഡിവിഷൻ ഓഫ് ഹിസ്റ്ററി മുതൽ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അപ്പോഴൊക്കെ കേട്ടിരുന്നോ? മാം, കേട്ടിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഗുയാനയെ പറ്റിയിട്ടാ പറഞ്ഞിരുന്നത്. അത് പറയുന്നത് എന്താണ്? ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ്, ഒരു കൺട്രിയാണ്. ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള ഈ രാജ്യം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ പഠിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ലാറ്റിൻ അമേരിക്കയിലെ ഓൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഗുയാനയാണ്. അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്? അവിടെ മുമ്പ് അതൊരു ഫോർമർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് അത് മാറിയത്. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ലാറ്റിൻ അമേരിക്കയിലെ ഓൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? ഗുയാനയാണ്. അതുപോലെ തന്നെ അതിന്റെ ക്യാപിറ്റൽ സിറ്റി, ഗുയാനയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ജോർജ് ടൗൺ ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് രണ്ടു കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ ജോഗ്രഫിക്കൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്കക്ക് ബിലോങ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതിന്റെ കൾച്ചറൽ ലിങ്ക് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? അത് കരീബിയൻ റീജിയനിലാണ് ഇതിന്റെ കൾച്ചറൽ ലിങ്ക് എടുക്കുന്നത്. അപ്പോൾ ഗുയാന എന്ന് പറയുന്നത് ഒരു യുണീക് കൺട്രി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലാറ്റിൻ അമേരിക്കയിലുള്ള ഓൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് പറയുന്നത് ഗുയാനയാണ്. അതുപോലെ ജോർജ് ടൗൺ ആണ്. അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇത് സൗത്ത് അമേരിക്കയിൽ ബിലോങ് ചെയ്യുന്നു. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊണ്ട് സൗത്ത് അമേരിക്കയിലാണെങ്കിൽ പോലും അതിന്റെ കൾച്ചറൽ ലിങ്ക് എടുക്കുന്നത്, അതിന്റെ സംസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ അതിന്റെ ലിങ്ക് എടുക്കുന്നത് എവിടെയാണ്? കരീബിയൻ റീജിയനിലാണ്. അതാണ് ഗുയാനയെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ സ്വന്തം ടെക്നോളജി, ഇന്ത്യയിലെ സ്വന്തം എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഇന്ത്യയിൽ ഔട്ട്സോഴ്സിംഗ് ഒന്നും നടത്താതെ ഇന്ത്യയിലെ മാത്രം ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത് ഏതാണ്? INS വിക്രാന്ത് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ടെൻത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1971 ബംഗ്ലാദേശ് വാർ നടന്നത്, അല്ലെങ്കിൽ ഇൻഡോ പാക് വാർ നടന്നിട്ടുണ്ട് 1971. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, വിക്രാന്ത് എന്ന പേരുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു റിമംബറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മ എന്നുള്ള രൂപത്തിലാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയറിന് എന്ത് ചെയ്തത്? INS വിക്രാന്ത് എന്ന പേരിട്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ഇൻഡോ പാക് വാറിന്റെ സമയത്ത് റഷ്യയിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്നു അത്. അതിന്റെ പേരും എന്ത് തന്നെയായിരുന്നു? വിക്രാന്ത് എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മെമ്മറി എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തത്?
ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയറിന് INS വിക്രാന്ത് എന്ന് നെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് INS വിക്രാന്ത് എന്നുള്ളതാണ്. നമുക്ക് താഴെ നമ്മൾ MCQs ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് നിങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇതിന് മുകളിൽ ഏതെങ്കിലും ഭാഗം ഒന്നും കൂടി പറയണോ? നേരത്തെ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം പറയണം എന്നുള്ളതുണ്ടോ? ഏതെങ്കിലും ഭാഗം പറയണം എന്നുള്ളതുണ്ടോ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അടുത്തത് സാൻഡ് പേപ്പർ ഗേറ്റ് സ്കാൻഡൽ എന്നുള്ളതാണ്. ഇതെന്താ, നിങ്ങൾക്ക് ക്രിക്കറ്റ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും. സൗത്ത് ആഫ്രിക്കയും ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് 2008 ആണ് ഇത് നടക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇത് പറയുന്നത്. ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തന്നെ ഓസ്ട്രേലിയൻ ബോൾ ടാമ്പറിംഗ് സ്കാൻഡൽ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഗേറ്റ് എന്നൊക്കെ തന്നെ. ഇത് എന്താ അതുപോലെ തന്നെ ഇവിടെ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന് രണ്ട് രൂപത്തിലുള്ള പേര് പറയുന്നുണ്ട്. സാൻഡ് പേപ്പർ ഗേറ്റ് എന്നും പറയുന്നുണ്ട്, ഓസ്ട്രേലിയൻ ബോൾ ടാമ്പറിംഗ് സ്കാൻഡൽ എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്. ഓക്കെ, ഈ ഒരു ഇയർ നോക്കണം. ഈ ഇയർ ഇവിടെ മാത്രമല്ല, നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യം പറഞ്ഞപ്പോഴും 2018 2019 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയർ നമ്മൾ മാറാതെ ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇവിടെ മൗണ്ട് മെരാപ്പി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ റീസെന്റ് ആയിട്ട് വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ഇത് പറയുന്നത് ഇന്തോനേഷ്യയിലുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതിന് ഏത് സമയത്തും എന്താണ് ഇറപ്ഷൻ നടക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് വോൾക്കാനോസ് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇറപ്ഷൻസ് നടക്കുന്ന ടൈപ്പ് വോൾക്കാനോസിനാണ് നമ്മൾ ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്തോനേഷ്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ഏത്, മൗണ്ട് മെരാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്തോനേഷ്യ എന്ന് പറയുന്നത് എന്താണ്, പെസിഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ളതിനെ ഉള്ളിൽ ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഈ പെസിഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്താ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻസിനും അതുപോലെ തന്നെ എർത്ത് ക്വേക്സിനും ഒക്കെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻസും എർത്ത് ക്വേക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനയാണ് മൗണ്ട് മെരാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൗണ്ട് മെരാപ്പി എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇന്തോനേഷ്യ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്തോനേഷ്യ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ളത് ഓർത്തു വെക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇപ്പൊ നിങ്ങൾ ലോ ഓഫ് ടോട്ട് പഠിക്കുന്ന സമയത്ത് അബ്സല്യൂട്ട് ലയബിലിറ്റി, സ്ട്രിക്ട് ലയബിലിറ്റിനൊക്കെ പറ്റി പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത് നമുക്ക് അബ്സല്യൂട്ട് ലയബിലിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു അബ്സല്യൂട്ട് ലയബിലിറ്റിയുമായിട്ട് ലിങ്ക് ഉള്ളതാണ്. അപ്പൊ ഈ ഒരു ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുന്നത്, December 2 and 3 നൈറ്റിനാണ് നടക്കുന്നത്, 1984. അവിടെ എന്താ സംഭവിക്കുന്നത്, യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് മീത്തൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് അവിടെ നിന്ന് ലീക്ക് ആവാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇവിടെ എക്സിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് സ്ട്രിക്ട് ലയബിലിറ്റി എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന കേസിൽ വന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ലോ ഓഫ് ടോട്ടിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തായിരുന്നു,
കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആക്ട് ഓഫ് ഗോഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എക്സെപ്ഷൻസ് നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു റൂളിൽ എന്തില്ല, എക്സെപ്ഷൻസ് ഇല്ല. അപ്പൊ അത് വന്നത്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് ട്രാജഡി അല്ലെങ്കിൽ ഈ ഒരു ലീക്കേജ് ഇഷ്യൂവിൽ നിന്നാണ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ വരുന്നത്. അപ്പൊ നമുക്കറിയാം അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന കേസ് ഉണ്ട്, എം സി മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇവിടെ ഒരു എക്സെപ്ഷൻസും ഇല്ല. ഇവിടെ എന്താണ്, ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവരവിടെ കംപ്ലീറ്റ്ലി ലയബിൾ ആണ്, അവർക്ക് ഒരു എക്സെപ്ഷൻസ് ഇല്ല, ഇതൊരു നോ ഫോൾട്ട് ലയബിലിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഫൗണ്ടേഷൻ വരുന്നത് ഈ ഒരു ഗ്യാസ് ട്രാജഡീനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് എപ്പോ നടക്കുന്നു എന്നുള്ളത് റെലവെന്റ് ആണ്. 1984 ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ്, ഇതാണ് എന്തിന് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്, അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നതിന് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് റെലവെന്റ് ആയിട്ടുള്ളത്. പിന്നെ ബേസിക് കൺട്രീസ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഈ ബേസിക് കൺട്രീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന, ഈ 4 രാജ്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത് 2009 നവംബർ 28 ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മേജർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന്റെ ഇൻട്രസ്റ്റുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങളിലും അതുപോലെയുള്ള നെഗോഷിയേഷൻസിന്റെ കാര്യങ്ങളിലൊക്കെ അവർക്കുള്ള ഇൻട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതിന് ഒന്ന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബേസിക് എന്ന് പറയുന്ന കൺട്രികളുടെ ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന, ഈ 4 മേജർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മേജർ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇൻട്രസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വരുന്ന വർഷം അല്ലെങ്കിൽ ഇത് ഫോം ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 2009 നവംബർ 28 അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബേസിക് കൺട്രീസ് ഗ്രൂപ്പിൽ ഏതെല്ലാം രാജ്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാ. അപ്പൊ ഒന്നാമത്തത് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഈ ഒരു ഇത് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്, ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓസ്ലോ അക്കോർഡ് ആണ്. എന്താ ഓസ്ലോ അക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം PLO എന്ന് പറയുന്ന ടേം നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അതിനെ ബന്ധപ്പെട്ടിട്ട് യാസർ അറഫാത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ PLOയും അതുപോലെ തന്നെ ഇസ്രായേലും, അത് അവിടെ മീഡിയേഷൻ നിന്നിരുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ മീഡിയേഷനകത്ത് PLOയും അതുപോലെ തന്നെ ഇസ്രായേലും വാഷിംഗ്ടൺ DC വെച്ചിട്ട് 1993 സൈൻ ചെയ്തിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കോർഡ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതിനൊക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നെഗോഷിയേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓസ്ലോ അക്കോർഡ് രൂപീകരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്നത് സൈൻ ചെയ്തത് 1993 ആ ഒരു ഇയർ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ആരൊക്കെ ഇടയിലാണ്, ആരുടെ എല്ലാം ബിറ്റ്വീനിലാണ് ഈ ഒരു അക്കോർഡ് സൈൻ ചെയ്തത്, അത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ PLO, അതുപോലെ തന്നെ ഇസ്രായേൽ, ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാണ് ഇത് സൈൻ ചെയ്തത്. അതിന് മീഡിയേഷൻ നിന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു, USA ആണ് അല്ലെങ്കിൽ അമേരിക്കയാണ് അതിന് മീഡിയേഷൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് സൈൻ ചെയ്തത് വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓസ്ലോ അക്കോർഡിനകത്ത് പറയുന്നത്. പിന്നെ ഗർബ എന്ന് പറയുന്ന ഒരു ഗർബ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ്. ഈ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഗുജറാത്തിലെയാണ്. അപ്പൊ ആ ഒരു ജി വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഗർബ എന്ന് പറയുന്നത് ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ഈ ഗർബ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗർബ എന്ന് പറയുന്ന ഈ ഒരു ട്രഡീഷണൽ ഡാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇവിടെ റെലവൻസി കൊടുത്തുകൊണ്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, ഗർബ എന്ന് പറയുന്നത്. ഈ ഗർബ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ ആണ്
ഏത് സ്റ്റേറ്റിലോട്ടാണ് ഈ ഒരു ഗർഭ എന്ന് പറയുന്നത് ബിലോങ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുജറാത്തിലോട്ടാണ്. പിന്നെ നമ്മൾ യുനെസ്കോയെ പറ്റിയിട്ടാ പറയുന്നത്. യുനെസ്കോ എന്ന് പറയുന്നത് എപ്പോഴാണ് ഫോം ചെയ്തിട്ടുള്ളത്? 1945 നവംബർ 16 ഫോം ചെയ്തിട്ടുള്ളതാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷണൽ അതുപോലെ തന്നെ കൾച്ചറൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റില് ഗുജറാത്തിലെ ഗർഭ എന്ന് പറയുന്ന ഡാൻസ് ഫോം ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗർഭ എന്ന് പറയുന്നത് എവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ്? അപ്പൊ ഗുജറാത്തിലെയാണ്. അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ബിലോങ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ യുനെസ്കോ എപ്പോൾ ഫോം ചെയ്തു? 1945 നവംബർ 16 യുനെസ്കോ ഫോം ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് കുറച്ച് MCQs ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ നമ്മൾ ആദ്യം ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിഷയം തൊട്ടിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു MCQ സെഷൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൻസ് വിച്ച് ഇയർ ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ബീൻ അണ്ടർ പ്രസിഡൻസ് റൂൾ എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ആൻസർ കണ്ടിട്ടുണ്ടാവും, എന്നാലും ആരെങ്കിലും ഒന്ന് പറയോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? 2017 ആണോ? എന്താണ്? ആക്ച്വലി ഞാൻ കണ്ടില്ല ആൻസർ. 2017 ആണോ? 2017 അല്ല, 2018 ആണ് കേട്ടോ. 2018 ആണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ 2018 അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ ജനറൽ ഇലക്ഷൻ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ആർക്കും മെജോറിറ്റി കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡൻസ് റൂൾ അവിടെ ഇമ്പോസ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്തു. അങ്ങനെ 2018 പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ജമ്മു ആൻഡ് കാശ്മീരിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ 2 ഇയറാ പറയുന്നത്. 2018 പറയുന്നുണ്ട്, പിന്നെ 2019 ആണ് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഞാൻ അടുത്തയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 370 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് റിമൂവ്ഡ് ഇൻ. എന്നാണ് ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം: 2017, 2018, 2019, 2020. 2019. ഓക്കെ, 2019 അതിനോടൊപ്പം വേറൊരു ആർട്ടിക്കിളും കൂടി അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ആർട്ടിക്കിൾ ഏതാന്ന് ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 35A. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 370 പ്രകാരം എന്താ ചെയ്തത്? ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ ഓട്ടോണമി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് 2019 എന്ത് ചെയ്തത്? റിമൂവ് ചെയ്തത് അല്ലെങ്കിൽ അബോളിഷ് ചെയ്തത്. ആർട്ടിക്കിൾ 35A പ്രകാരം അവർക്ക് എന്താ കൊടുത്തിരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പുറമെ അവർക്ക് അവരുടേതായിട്ടുള്ള ഗവൺമെന്റ് ജോബ്സിന്റെ കാര്യങ്ങളിലും അങ്ങനെ അവരുടേതായിട്ടുള്ള ഇന്റേണൽ കാര്യങ്ങൾക്ക് അവർക്കൊരു ഓട്ടോണമി കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു ലെജിസ്ലേച്ചർ ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആർട്ടിക്കിൾ 35A ഉണ്ടായിരുന്നത്. അതും ഇതേ സെയിം ഇയറിൽ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം സാധനം തന്നെയാണ്. ആർട്ടിക്കിൾ 35A വാസ് റിമൂവ്ഡ് അലോങ് വിത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം ആരെങ്കിലും ഒന്ന് പറയോ? ആർട്ടിക്കിൾ 370. ഓക്കെ, ആർട്ടിക്കിൾ 370. The Jammu and Kashmir Reorganization Act came into force in 2019. Okay, 2019. The Jammu and Kashmir Reorganization Act 2019 divided the state into, നമ്മൾ പറഞ്ഞല്ലോ ജമ്മു ആൻഡ് കാശ്മീരെ ഡിവൈഡ് ചെയ്തു. എന്തായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്? യൂണിയൻ ടെറിട്ടറീസ്. യെസ്, 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിന് നമ്മൾ ഒരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിരുന്നു. ഒരു യൂണിയൻ ടെറിട്ടറി വിച്ച് മീൻസ് ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ടായിരുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. പിന്നെ ലഡാക്കിന് അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അത് സെയിം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിയൻ ടെറിട്ടറി ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീരിനാണ്. ലഡാക്ക് ഈസ് എ യൂണിയൻ ടെറിട്ടറി. എന്തായിരിക്കും?
എങ്ങനെയുള്ളതാണ്? വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടാക്കി തരംതിരിച്ചു. എന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ടായിരുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. ലഡാക്കിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലായിരുന്നു എന്നുള്ളത് പറഞ്ഞില്ലേ? ഇനി മണ്ഡൽ കമ്മീഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മണ്ഡൽ കമ്മീഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? റിസർവേഷൻ പോളിസി. റിസർവേഷൻ പോളിസി എന്ന് പറയുമ്പോൾ അതിനൊന്നും കൂടി നമ്മൾ പറയുമ്പോൾ OBC റിസർവേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. OBC അതർ ബാക്ക്വേർഡ് ക്ലാസിന്റെ റിസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്ന, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു റിസർവേഷന്റെ കാര്യം പറയുന്നത് ഏത് ഇയറിലാണ്? നയൻറ്റീൻ 79 കേട്ടോ. 1979 മണ്ഡൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? ഈ റിസർവേഷനെ ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇറക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു എക്സ്ട്രാ നോളജ് ആയിട്ട് പറഞ്ഞതാണ് BP മണ്ഡൽ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നുള്ളത്. അതിന്റെ ബേസ്ഡ് ആയിട്ടാണ് മണ്ഡൽ കമ്മീഷൻ എന്നുള്ളതിന് ഇതിന് പേര് വന്നത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലായിരുന്നുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ എന്നതിന് പേര് വന്നത്. ഓക്കെ. The 50% cap on reservation was laid down in which case? ഏത് കേസിലാണ് വന്നത് എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഞാനൊരു ഇത് പറയാം. ഗോലക്നാഥ് കേസ്, ഇന്ദ്രാസാനി കേസ്, കേശവാനന്ദ ഭാരതി കേസ്. ഏത് കേസിലായിരുന്നു? ഇന്ദ്രാസ്വാനി കേസ് ലൈക്ക് 1909 അങ്ങനെ അതെ. The 50% reservation limit was prescribed by സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടാ. ഒരു മിനിറ്റ്. ഓക്കെ. അടുത്ത കേസ്, ദ ഇന്ദ്രാസാനി ജഡ്ജ്മെന്റ് വാസ് ഡെലിവേർഡ് ഇൻ ആ ഒരു ജഡ്ജ്മെന്റ് വരുന്നത് 1992 കേട്ടോ. ഇന്ദ്രാസാനി ജഡ്ജ്മെന്റ് വരുന്നത് 1992. ഇനി അടുത്തത്, ഹൂ ഇൻവെന്റഡ് ദ വേൾഡ് വൈഡ് വെബ്? നിങ്ങൾ മെസ്സേജിൽ ഇടുന്നുണ്ടോ? ഹലോ. ഹൂ ഇൻവെന്റഡ് ദ വേൾഡ് വൈഡ് വെബ്? ഓക്കെ, ഞാൻ പറയാം. ടിം ബേണേഴ്സ്-ലീ ആണ്. അത് ഏത് ഇയറിലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 1989. 1989 അല്ലല്ലോ പറഞ്ഞത്. ഓക്കെ. ഫസ്റ്റ് വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തത് 1990. ഓക്കെ. വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്യുന്നത് ടിം ബേണേഴ്സ്-ലീ ആണ്. അതിന്റെ ഫസ്റ്റത്തെ വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് 1990. The World Wide Web is primarily associated with ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഇസ് ഒബ്സർവ്ഡ് ഓൺ? ഹലോ.
ഓക്കെ, ഡിസംബർ 10th ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അത് ഏത് ഇയർ മുതലായിരുന്നു എന്ന് പറഞ്ഞത് ഓർക്കുണ്ടോ? 1950. 1948 അല്ലേ? 1947 ആണോ? അല്ല, 1948 ആണ് കേട്ടാ. അതൊരു ഡോക്യുമെന്റ് അഡോപ്ഷൻ ബേസ്ഡ് ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മയുണ്ടോ? ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ത് ചെയ്തു? ഒരു ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തത്? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10th ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആ ഒരു ഡോക്യുമെന്റിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് ആ ഒരു ഡോക്യുമെന്റിന്റെ പേര്. അപ്പൊ അത് അഡോപ്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസംബർ 10th 1948 മുതൽ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇനി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ കമ്മെമറേറ്റ്സ്, അത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല, അതൊരു എക്സ്ട്രാ നോളജ് ആയിട്ട് പറയാണ്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ കമ്മെമറേറ്റ്സ് എന്നുള്ള ആൻസർ എന്ന് പറയുന്നത് UDHR അഡോപ്ഷൻ ആണ്. അത് ഓക്കെ, അത് ഇത് തന്നെയാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ അഡോപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അത് 1948 വന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഇനി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാസ് അഡോപ്റ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അല്ലെങ്കിൽ UN ജനറൽ അസംബ്ലി. ഇതിൽ ക്ലിയർ ആവാത്തതുണ്ടോ? UN ജനറൽ അസംബ്ലി ഉണ്ടല്ലോ, 1948 എന്ത് ചെയ്യാണ്? UDHR അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? UN ജനറൽ അസംബ്ലി ആണ് അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എന്താ അവർ അഡോപ്റ്റ് ചെയ്തത്? UDHR അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അഡോപ്റ്റ് ചെയ്തത്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് 1948 അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് 1948 മുതൽ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 10th ഒബ്സർവ് ചെയ്ത് വരുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തത്, അണ്ടർ ദി ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ ദ ഗവൺമെന്റ് റെഗുലേറ്റ്സ് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ എന്ന് പറയുന്നത് എന്തിനായിരുന്നു? എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ പ്രൈസിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെന്തിനായിരുന്നു? കോമൺ പീപ്പിളിനും എന്ത് ചെയ്യണം? ഇങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് അവർക്കും കൂടി അഫോർഡബിൾ ആവുന്ന രൂപത്തിലാകണം എന്നുള്ള ഒരു ഐഡിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് അതിനൊരു മാക്സിമം പ്രൈസ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഫിക്സഡ് പ്രൈസിന് മുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കമ്പനികൾ അതിന് മുകളിലുള്ള ഒരു പ്രൈസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ DPCO എന്ന് പറയുന്നത് വന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത്? DPCOയുടെ അണ്ടറിൽ ഗവൺമെന്റ് എന്താ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡ്രഗ് പ്രൈസുകളാണ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ് പ്രൈസ് അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് മെഡിസിൻസിന്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ശരിയാണ്. അപ്പൊ ഇവിടെ തന്നതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഡ്രഗ് പ്രൈസസ് എന്നുള്ളതാണ്. The main objective of DPCO is to ensure അഫോർഡബിൾ മെഡിസിൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, കോമൺ പീപ്പിളിനും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് അവർക്കും കൂടി അഫോർഡബിൾ ആവണം എന്നുള്ളതിന്റെ ഒരു ഒബ്ജക്റ്റീവിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? DPCO കൊണ്ടുവരുന്നത്. അപ്പൊ അഫോർഡബിൾ മെഡിസിൻസ് എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. The UN climate change framework is known as എന്തായിരുന്നു? UNFCCC ആണ്. ഞാൻ പറഞ്ഞല്ലോ, UN ക്ലൈമറ്റ് ചേഞ്ച് ഫ്രെയിംവർക്കിന്റെ അതിന് അറിയപ്പെട്ടിരുന്ന പേര് എന്ന് പറയുന്നത് UNFCCC ആണ്. എന്താ UNFCCC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അതിലല്ലേ നമ്മൾ പറഞ്ഞത് 1992 സമ്മിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? റിയോ ഡെ ജനീറോയിൽ വെച്ചിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ?
ഓക്കെ, അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് ഫ്രെയിംവർക്കിനെ അറിയപ്പെടുന്നത് എന്ത് പേരിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCC എന്നുള്ളതാണ്. UNFCC വാസ് അഡോപ്റ്റഡ് ഇൻ, അതിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, 1992 ആണ്. ഇത് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. ഈ ഞാൻ പറഞ്ഞല്ലോ UNFCC എന്ന് പറയുന്നത് എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? 1992 റിയോ ഡെ ജനീറോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് സമ്മിറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? UNFCC അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എപ്പോ അഡോപ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1992 കാരണം 1992 നടക്കുന്ന എർത്ത് സമ്മിറ്റിലല്ലേ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 1992 UNFCC എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പാരീസ് എഗ്രിമെന്റ്, അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇതിന്റെ UNFCCയുടെ ഭാഗമായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ UNFCC എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ 1992 ആണ്. ഓക്കെ, ഇനി UNFCC അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണ്, അല്ലെങ്കിൽ UNFCC വാസ് അഡോപ്റ്റഡ് അറ്റ് ഏത് സമ്മിറ്റിലായിരുന്നു? ഇതിൽ പാരീസ് സമ്മിറ്റ്, ക്യോട്ടോ സമ്മിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് സമ്മിറ്റിലായിരുന്നു? എർത്ത് സമ്മിറ്റ്. ഓക്കെ, റിയോ എർത്ത് സമ്മിറ്റ്. ഓക്കെ, എർത്ത് സമ്മിറ്റിലാണ് UNFCC അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എർത്ത് സമ്മിറ്റ് ഓഫ് 1992 വാസ് ഹെൽഡ് അറ്റ്, എവിടെ വെച്ചിട്ടാണ് ഈ എർത്ത് സമ്മിറ്റ് നടക്കുന്നത്? റിയോ ഡി ജനീറോ. ഓക്കെ, ഇനി ഹൗ മെനി കൺട്രീസ് ഇനീഷ്യലി സൈൻഡ് ദി UNFCC? ഈ ഒരു കൺവെൻഷനകത്ത് ചെയ്തതിന്റെ എണ്ണം 154 ആണ് കേട്ടോ. ഇനീഷ്യലി ഒരു UNFCC എന്ന് പറയുന്ന കൺവെൻഷനകത്ത് സൈൻ ചെയ്ത കൺട്രീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 154 ആണ്. ഇനി സൈമൺ സ്റ്റീൽ ഇസ് അസോസിയേറ്റഡ് വിത്ത്, ഞാൻ പറഞ്ഞല്ലോ UN ക്ലൈമറ്റ് ചേഞ്ചിന്റെ നെഗോഷിയേഷൻസിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിച്ചിരുന്ന ഒരാളാണ് സൈമൺ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ UN ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സൈമൺ സ്റ്റീൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് UN ക്ലൈമറ്റ് ചേഞ്ച്. Who divided history into ancient, medieval and modern periods? ഓക്കെ, ക്രിസ്റ്റഫ് സെലാരിയസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹിസ്റ്ററിയെ ആൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുന്ന ഇയർ ഓർമ്മയുണ്ടോ? 1817 ആണോ? 1688 ആണ്. 1688, 1688 ആണ്. ഓക്കെ, the three-period division of history was proposed in, അതാ ഇയർ തന്നെയാ ചോദിക്കുന്നത്, 1688 ആണ്. Which is the only English-speaking country in Latin America? നമ്മളൊരു രാജ്യത്തെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അവിടെ അതൊരു ഫോമർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നില്ലേ? ഗുവാന. അതെ. The capital of Guyana is? ഓക്കെ, ജോർജ് ടൗൺ ആണ് കേട്ടോ ക്യാപിറ്റൽ ഓഫ് ഗുയാന എന്ന് പറയുന്നത്.
ഇനി മൗണ്ട് മെറാപ്പി ഈസ് ലൊക്കേറ്റഡ് ഇൻ Indonesia. ഓക്കെ. ഇനി ഇന്തോനേഷ്യ ഏത് ഭാഗത്തായിട്ടാ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാ പറയുന്നുണ്ടായിരുന്നേ? ആ ഒരു റീജിയണിൽ എന്താന്ന് പറയുന്നുണ്ടായിരുന്നു? ഫ്രീക്വന്റ് ആയിട്ട് വോൾക്കാനിക് ഇറപ്ഷൻസും അതുപോലെ എർത്ത് ഒക്കെ നടക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്തോനേഷ്യ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ? Pacific Ring അങ്ങനെ എന്തോ അല്ലേ? അതെ, പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ളതാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മൗണ്ട് മെറാപ്പി എന്നുള്ളതിന് വേറൊരു പേരുണ്ട്, അത് മൗണ്ടൻ ഓഫ് ഫയർ എന്നുള്ളതാണ് കേട്ടാ. ഇനി മൗണ്ട് മെറാപ്പി ഈസ് എ എന്നുള്ളത് അതെന്താണെന്നാ ചോദിക്കുന്നേ? ആക്റ്റീവ് വോൾക്കാനോ. അതെ, ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇവിടെ വോൾക്കാനോ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനസ് എയർക്രാഫ്റ്റ് കാരിയർ ഈസ് INS വിക്രാന്ത്. INS വിക്രാന്ത് ആണ്. ഓക്കെ. ഈ INS വിക്രാന്ത് വേറൊരു ഇതിന്റെ മെമ്മറി ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഏത് സമയത്ത് എന്താണ്? റഷ്യൻ മെയ്ഡ് INS വിക്രാന്തിന്റെ അതെ, അത് നമ്മള് 1971 ബംഗ്ലാദേശ് യുദ്ധം അല്ലെങ്കിൽ ഇൻഡോ പാക് വാർ നടന്നില്ലേ? ആ ഒരു സമയത്താണ് റഷ്യൻ മെയ്ഡ് ആയിട്ടുള്ള INS വിക്രാന്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനെ കമ്മമറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജീനസ് എയർക്രാഫ്റ്റ് കാരിയറിന് എന്ത് നെയിം നൽകിയത്? INS വിക്രാന്ത് എന്ന് പറയുന്ന പേര് തന്നെ കൊടുത്തത്. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. INS വിക്രാന്ത് ഇസ് നെയിംഡ് ഇൻ ദ മെമ്മറി ഓഫ് India's earlier aircraft carrier. Okay. ഇനി the sandpaper gate scandal occurred in ഏത് വർഷമായിരുന്നു? 2018. Yes, 2018 ആണ്. The sandpaper gate scandal involved ബോൾ ടാമ്പറിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെ തമ്മിലായിരുന്നു മാച്ച് നടന്നിരുന്നത്? ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ദ സ്കാൻഡൽ ഇൻവോൾവ് വിച്ച് ടീംസ്? ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കേർഡ് ഇൻ ഏത് ഇയർ ആയിരുന്നു? 1984. അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാക്ടറിയുടെ നെയിം ഓർമ്മയുണ്ടോ? ഓക്കെ, യൂണിയൻ കാർബൈഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് ഞാനൊരു ലയബിലിറ്റിയുടെ കാര്യം പറഞ്ഞില്ല, അത് ഇവിടെ വലിയ റെലവൻസ് ഇല്ല. നിങ്ങൾ ടോട്ടലാണ് പഠിക്കുന്നത്, എന്നാലും ചോദിക്കുകയാണ്. അതിനെ ബന്ധപ്പെട്ടിട്ട് ഒരു ലയബിലിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ? അബ്സല്യൂട്ട് ലയബിലിറ്റി. അബ്സല്യൂട്ട് ലയബിലിറ്റി ആണ്. The gas leaked in Bhopal tragedy was ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പറഞ്ഞു പോവാം നമുക്ക്. മീഥൈൽ ഐസോസയനേറ്റ് ആണ് കേട്ടോ. അവിടെ ആ ഒരു ഭോപ്പാൽ ട്രാജഡി ഉണ്ടായ ആ ഒരു ലീക്കായ ഗ്യാസ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ നെയിമാ ചോദിച്ചത്. അത് മീഥൈൽ ഐസോസയനേറ്റ് ആണ്. മധ്യപ്രദേശിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ. ദി കമ്പനി റെസ്പോൺസിബിൾ ഫോർ ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വാസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആയിരുന്നു. The Bhopal gas tragedy occurred in which state? ഏത് സ്റ്റേറ്റിലായിരുന്നു? ഭോപ്പാൽ എവിടെയാ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, മധ്യപ്രദേശ് ആണ് കേട്ടോ. കേൾക്കുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ. ഇനി അടുത്തത് ബേസിക് കൺട്രീസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അതില് ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈന. അപ്പൊ ഇതിൽ ആൻസർ കാണുന്നുണ്ട്. നമുക്കറിയാം
ബ്രസീൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. ഇത് നാലുമായിരുന്നു എന്തിലുണ്ടായിരുന്നത്? ബേസിക് കൺട്രീസ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഇല്ലാത്തത് ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്തോനേഷ്യ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബേസിക് ഗ്രൂപ്പിംഗ് വാസ് ഫോംഡ് ഇൻ ഏത് ഇയർ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 2009. ഓക്കെ, 2009-ലാണ്. അതിന്റെ ഡേറ്റ് ഓർക്കുന്നുണ്ടോ? 28 നവംബർ. ഓക്കെ. ഇനി ബേസിക് സ്റ്റാൻഡ്സ് ഫോർ, ഇതിൽ ഏതൊക്കെ കൺട്രീസ് ആണുള്ളത്? പറയുന്നുണ്ട് ആരേലും? ബേസിക് എന്ന് പറയുന്നതിൽ ഏതൊക്കെ കൺട്രീസ് ആണുള്ളത്? ബ്രസീൽ, ഇന്ത്യ, ചൈന. പിന്നെ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. ഇത് നാലുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ദ ഓസ്ലോ അക്കോർഡ് വേർ സൈൻഡ് ഇൻ 1993 ആണ്. ഓക്കെ, വെരി ഗുഡ്. 1993 ആണ്. ഇനി ഇത് ആരെല്ലാം തമ്മിലായിരുന്നു ഓസ്ലോ അക്കോർഡ് സൈൻ ചെയ്യുന്നത്? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും പിന്നെ ഇസ്രായേലും. അതെ. പിന്നെ അതിന് മീഡിയേഷൻ നിന്നത് ആരായിരുന്നു? അമേരിക്ക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിൽ അത് ഇൻക്ലൂഡ് ആവുന്നുണ്ടാവും. ദ ഓസ്ലോ അക്കോർഡ് വാസ് സൈൻഡ് ബിറ്റ്വീൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇസ്രായേൽ ആൻഡ് PLO. ദ ഓസ്ലോ അക്കോർഡ് വാസ് സൈൻഡ് ഇൻ, എവിടെ വെച്ചിട്ടാണ് അത് സൈൻ ചെയ്യുന്നത്? വാഷിംഗ്ടൺ DC. ഓക്കെ, വാഷിംഗ്ടൺ DC ആണ്. ഇനി ഗർബ ഈസ് എ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഗുജറാത്ത്. ഓക്കെ. ഗർബ ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ വിച്ച് യുനെസ്കോ ലിസ്റ്റ്? ഏത് ലിസ്റ്റിലായിരുന്നു? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. അതെ, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലാണ്. യുനെസ്കോ വാസ് ഫോംഡ് ഇൻ 1945. യുനെസ്കോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, അത് ഡേറ്റ് മൊത്തത്തിൽ പറയുന്ന കേട്ടോ, ഡേറ്റും ഇയറും. നവംബർ ആണ്, ഡേറ്റ് ഓർമ്മയില്ല. ഓക്കെ, November 16, 1945 ആണ്. November 16, 1945. ഓക്കെ, ഇത്രയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിലുള്ള MCQs എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ടോ? ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ടോ? ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോട്ടോ.